നിങ്ങളുടെ ഈഗോ നിങ്ങളുടെ ഈമാനിനേക്കാൾ വലിയതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, റമദാൻ വരുന്നു. നമ്മളെല്ലാവരും വീട് വൃത്തിയാക്കുന്നു, അടുക്കള ഒരുക്കുന്നു, ഫുഡ് ലിസ്റ്റ് തയ്യാറാക്കുന്നു. എന്തിന്? ഡ്രസ്സുകൾ വരെ, പെരുന്നാൾ ഡ്രസ്സുകൾ വരെ എടുത്തു കഴിഞ്ഞവരുണ്ട്. പക്ഷേ നമുക്ക് നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നമ്മൾ നമ്മുടെ മനസ്സും ഹൃദയവും വൃത്തിയാക്കിയോ? വീട് ശുദ്ധിയാവാം, പാത്രങ്ങൾ തിളങ്ങാം, പക്ഷേ ഹൃദയത്തിനുള്ളിൽ പഴയ വേദനകൾ, വെറുപ്പുകൾ, പറഞ്ഞുപോയ തെറ്റുകൾ, നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു പോയ വാക്കുകൾ ഇന്നും അവരുടെ മനസ്സിൽ നീറി ഇരിക്കുന്നുണ്ടാവാം. അതൊരു സ്മോൾ മാറ്ററല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇന്നും ചില ബന്ധങ്ങൾ മിണ്ടാതെയാണ് തകർന്നത്. വലിയ വഴക്കില്ല, പക്ഷേ വലിയ അകലമാണ്. റമദാൻ നമ്മോട് ചോദിക്കുന്നത് ഇതാണ്: നിങ്ങൾ സംസാരിക്കാതെ പോയ ഒരാളുണ്ടോ? അവൻ മാറിയാൽ ഞാൻ മാറാമെന്ന് കരുതി വിട്ട ബന്ധമുണ്ടോ? നിങ്ങളുടെ ഈഗോ നിങ്ങളുടെ ഈമാനിനേക്കാൾ വലിയതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബന്ധങ്ങൾ മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. കഠിനമായ വാക്കാണത്. സത്യമല്ലേ? ഈ റമദാനിൽ പുതിയ പാത്രം വാങ്ങുന്നതിന് മുൻപ് ഒരു പുതിയ മനസ്സുണ്ടാക്കാം. ഒരു മെസ്സേജ് മതി, ക്ഷമിക്കണം. ഒരു ഫോൺ കോൾ മതി. നിങ്ങൾ താഴെ ഇറങ്ങിയാൽ നിങ്ങൾ ചെറുതാകില്ല. അള്ളാഹുവിൻ്റെ കണ്ണിൽ നിങ്ങൾ വലിയവരാകും. നോമ്പ് പിടിക്കുന്നതിന് മുമ്പ് ഹൃദയം ശുദ്ധിയാക്കും. അപ്പോൾ നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും നമ്മുടെ ദുആയും അള്ളാഹുവിന് പ്രിയമാകും. ഈ റമദാൻ വീട് മാത്രമല്ല, നമ്മുടെ ഹൃദയം കൂടി ശുദ്ധിയാകട്ടെ.